നമസ്കാരം, സുപ്രഭാതം. ഇന്ന് രാവിലെ 6 മണി 6:15 സമയമായുള്ളൂ. ഇവിടെ 6:15 സമയത്ത് ഞാൻ വന്ന എന്നാന്ന് വെച്ചാൽ ജോണിച്ചേട്ടൻ്റെ കട, അതായത് നമ്മുടെ കോലാനി വെങ്ങല്ലൂർ ബൈപ്പാസിനോട് ചേർന്ന് തന്നെ ജോണിച്ചേട്ടൻ്റെ കട എന്ന് പറഞ്ഞൊരു കടയുണ്ട്. ഒരു തട്ടുകടയും പലചരക്കടയും എല്ലാം കൂടെ കൂടിയാണ്. ഇവിടെ രാവിലെ 6:30ക്കും 6:45 വന്നു കഴിഞ്ഞാൽ ഭയങ്കര കണ്ണിന് കുളിരേക്കുന്ന ഒരു കാഴ്ച കാണാമെന്ന് നമ്മുടെ ഒരു ചേട്ടൻപുള്ളി ഇവിടെ ഷട്ടിൽ കളിക്കാൻ പോകുമ്പോൾ എന്നും പോണ ഒരാളെ എന്നെ വിളിച്ച് പറഞ്ഞാണ്. അപ്പം അത് വന്ന് ഞാൻ ആ കാഴ്ച എന്നാന്ന് ഞാൻ കാണാമെന്നാണ്. നിങ്ങൾക്കും കണ്ടു കഴിഞ്ഞാൽ കണ്ണിന് കുളിരെന്ന് പറഞ്ഞാൽ നല്ല സന്തോഷവും മനസ്സിന് ഭയങ്കര കുളിരി കേൾക്കുന്ന കാഴ്ചയാണ്. അപ്പൊ ഈ ചേട്ടൻ ഇങ്ങനെ ഈ പക്ഷികൾക്കൊക്കെ ഇങ്ങനെ ആഹാരം കൊടുക്കാനായിട്ട് ചേട്ടൻ എന്ന് പകരാണ് ചേട്ടൻ്റെ അതിന് വന്ന സാഹചര്യവും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാമോ? 2007 ഞാൻ കട തുടങ്ങിയത്. അന്ന് മുതൽ ഇങ്ങനെ പ്രാവുകൾ ഇവിടെ വന്നു തുടങ്ങി. ആദ്യം കുറച്ച് 5-8 വന്നുള്ളൂ. പിന്നെ വന്ന് 200 വരെ വന്നായിരുന്നു. അപ്പം അന്ന് നമ്മളിങ്ങനെ എല്ലാ ദിവസവും കടയിൽ മിച്ചം വരുന്ന പൊറോട്ടയും ഗോതമ്പുമാണ് ഇവർക്ക് കൊടുക്കുന്നത്. ഗോതമ്പ് ചില ആൾക്കാരൊക്കെ ഇവിടെ കൊണ്ടുതരും, അല്ലെങ്കിൽ അരി കൊടുക്കും, ഒന്നുമില്ലെങ്കിൽ ബിസ്ക്കറ്റ് പൊടിച്ചിട്ട് കൊടുക്കും. ഇങ്ങനെയാണ്. അപ്പം 3-4 കിലോ അരി എന്നാലും ദിവസം ഇതിനു വേണ്ടി മാറ്റി വെക്കുന്നുണ്ട്. 2-3 കിലോ എന്നാലും വേണ്ടി വിതരണം കണ്ടു. കുറെ ഒരു സാധനത്തിനകത്ത് കോപ്പയ്ക്കകത്ത് ചേട്ടൻ എടുത്തോണ്ട് പോകണ കണ്ടു. 2 കിലോ എടുത്തോളം വരും. ഗോതമ്പ് വന്നാലും 2 കിലോ ഗോതമ്പ് കൊടുക്കും. ഇതെന്നും വരും, ഇതെന്നും വരും. ഇന്ന് കറക്റ്റ് സമയത്ത് വരും. കറക്റ്റ് സമയം 6:30 കഴിഞ്ഞ് 7 ഇടയ്ക്ക് നേരം വെളുപ്പിന്. വൈകുന്നേരം വരില്ല, രാവിലെ ഒരു നേരം മാത്രം. ഇതന്നെ ഇങ്ങനെ ഒരു സാഹചര്യം തോന്നി ഇങ്ങനെ? കാരണം എന്നാ ഇങ്ങനെ വന്നു. ആദ്യം ഇച്ചിരി അരി ഇട്ട് കൊടുത്തു പോയി, പിന്നെ എല്ലാവരും വന്ന് കമ്പയർ ചെയ്തിരിക്കും. അപ്പൊ ഇങ്ങനെ നമ്മള് മനുഷ്യര് ഒരു പച്ചവെള്ളം പോലും കൊടുക്കില്ല. ഇപ്പം 100% ആളുകളിൽ ഒരു 70% ആൾക്കാർ സ്വന്തം കാര്യം നോക്കി നടക്കുന്ന സമയത്ത് ഈ പറഞ്ഞ പ്രാവുകൾക്കും ഈ കാക്കകൾക്കും ഒക്കെ ഇങ്ങനെ കൊടുക്കാൻ നമ്മുടെ ജോണിച്ചേട്ടൻ്റെ കട എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ വെങ്ങല്ലൂർ കോലാനി ബൈപ്പാസിന് ചേർന്ന് തൊടുപുഴയ്ക്ക് പോകുന്ന ഒരു ഇതുണ്ട്. പമ്പിന്റെ സൈഡിൽ തൊടുപുഴയിൽ ചേർന്ന് കയറി വരുമ്പോൾ തന്നെയുള്ള ഒരു കടയാണ്. അവിടെ തട്ടുകടയുണ്ട്. തട്ടുകട എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സ്പെഷ്യലാണ് കപ്പ ബിരിയാണി. പറഞ്ഞാൽ ജോണിച്ചേട്ടൻ്റെ കപ്പ ബിരിയാണി എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്പെഷ്യൽ കപ്പ ബിരിയാണിയാണ്. ഇവിടെ ഒന്ന് തൊടുപുഴ ഒന്ന് അന്വേഷിച്ച് അറിയാം. അപ്പോൾ ഇതും കൂടെ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക. നമ്മൾ ഇതിന് ഈ പുള്ളിയുടെ കച്ചവടവും കാര്യങ്ങളും എല്ലാം നന്നായിട്ട് വരുമ്പോഴാണ് പുള്ളിക്ക് ഈ പറഞ്ഞ പോലെ സന്മനസ് ചെയ്യാനും അതിനുള്ള സാമ്പത്തികം എല്ലാം കിട്ടുള്ളൂ. 2 കിലോ അരിയെങ്കിൽ 2 കിലോ അരി വെച്ച് പുള്ളി ഗോതമ്പ് അരി എല്ലാം കൊടുത്ത് പുള്ളി ഇങ്ങനെയുള്ള ഒരു മനസ്സിൽ കൂടെയുള്ള ഒരു കാഴ്ച ഉണ്ട്. അപ്പം നമ്മൾ പരമാവധി എല്ലാവരും ഈ പറഞ്ഞ നമ്മളെ ഒരു മനുഷ്യരെ കാണുന്ന പോലെ തന്നെ ഈ ഇതുപോലെ ജീവികളെയും ഇതുപോലെ കാണിക്കുന്നവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക. അപ്പം ജോണിച്ചേട്ടാ പൊക്കോട്ടെ. എനിക്കിത് കണ്ടിട്ട് ഭയങ്കര സന്തോഷമായി. രാവിലെ ആയതുകൊണ്ട് ഞാൻ രാവിലെ എണീറ്റ് വന്നേ. അപ്പം ഓക്കെ, നമസ്കാരം.